കിറ്റി പൂച്ചയും റിറ്റി എലിയും തങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഒരു പ്രത്യേക സർപ്രൈസ് ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നു. ഹൃദയസ്പർശിയായ ഈ കഥ സൗഹൃദത്തിന്റെയും സർഗാത്മകതയുടെയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെയും പ്രാധാന്യം എടുത്തുകാണിക്കുന്നു. ഒരു ചെറിയ വീട്ടിൽ കിറ്റി എന്നു പേരുള്ള ഒരു പൂച്ച താമസിച്ചിരുന്നു. ഒരു സുപ്രഭാതത്തിൽ കിറ്റി പൂച്ചയ്ക്ക് ഒരു മികച്ച ആശയം തോന്നി. എന്റെ സുഹൃത്തുക്കൾക്കായി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ആശയം പങ്കുവയ്ക്കാൻ കിറ്റി പൂച്ച തന്റെ അയൽവാസിയായ റിറ്റി എലിയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. ഹായ് റിറ്റി, എനിക്കൊരു രസകരമായ ആശയമുണ്ട്. നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്കായി ഒരു സർപ്രൈസ് പാർട്ടി നടത്താം. അതൊരു നല്ല ആശയമാണ് കിറ്റി. നമ്മൾ അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കിറ്റിയും റിറ്റിയും ഒരുമിച്ച് ഇരുന്നു പാർട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളുടെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി. നമ്മൾക്കു അതിനുവേണ്ടി ബലൂണുകൾ, അലങ്കാരങ്ങൾ, രുചികരമായ ട്രീറ്റുകൾ എന്നിവ ആവശ്യമാണ്. ഞാൻ കുറച്ച് സ്വാദിഷ്ടമായ ചീസ് സ്നാക്സ് ഉണ്ടാക്കാം. കിറ്റിയും റിറ്റിയും എല്ലാം തയ്യാറാക്കാൻ കഠിനമായി പരിശ്രമിച്ചു. കിറ്റി വർണ്ണാഭമായ ബലൂണുകളും സ്ട്രീമറുകളും തൂക്കി, റിറ്റി സ്നാക്സ് തയ്യാറാക്കി. ഈ അലങ്കാരങ്ങൾ വളരെ നന്നായിട്ടുണ്ട് റിറ്റി. ഈ ചീസ് സ്നാക്സിന് നല്ല മണം റിറ്റി. അവർ പരസ്പരം അഭിനന്ദിച്ചു. എല്ലാം തയ്യാറാക്കിയതിനു ശേഷം കിറ്റിയും റിറ്റിയും അവരുടെ കൂട്ടുകാരെ തങ്ങളുടെ സർപ്രൈസ് പാർട്ടിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. കൊള്ളാം, എന്താണ് ഇതെല്ലാം? കൂട്ടുകാർ അത്ഭുതത്തോടെ ചോദിച്ചു. സർപ്രൈസ്. നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു ഫ്രണ്ട്സ്. നമുക്ക് ഒരുമിച്ച് പാർട്ടി ആസ്വദിക്കാം. എല്ലാവരും പാർട്ടി നന്നായി ആഘോഷിച്ചു. അവർ ഗെയിമുകൾ കളിച്ചു, ലഘുഭക്ഷണങ്ങൾ ആസ്വദിച്ചു, രസകരമായ സംഗീതത്തിൽ നൃത്തം ചെയ്തു. അവർ എല്ലാവരും കിറ്റിയോടും റിറ്റിയോടും നന്ദി പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇത് ആസ്വദിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇത് ഒരുമിച്ച് ആസൂത്രണം ചെയ്യുന്നത് വളരെ രസകരമായിരുന്നു. കിറ്റിയും റിറ്റിയും സന്തോഷത്തോടെ പറഞ്ഞു. പാർട്ടി അവസാനിച്ചപ്പോൾ കിറ്റിക്കും റിറ്റിക്കും സന്തോഷവും അഭിമാനവും തോന്നി. തീർച്ചയായും കിറ്റി. നമ്മൾക്ക് ചുറ്റും എത്ര നല്ല സുഹൃത്തുക്കൾ ഉണ്ട്. നല്ല സുഹൃത്തുക്കൾ ഓരോ ഘട്ടത്തിലും നമ്മളെ സഹായിക്കുകയും നയിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഗുണപാഠം: കൂട്ടായ പ്രവർത്തനവും സൗഹൃദവും എല്ലാം മികച്ചതാക്കുന്നു.